പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ആദ്യമേ ജഡ്ജസിനെ പരിചയപ്പെടാം. സർ, ചിരിക്കുട്ടൻ ചേട്ടാ. ഹായ് ദീദി. ഹായ് ഹായ് ഹായ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ പാർട്ടിസിപ്പൻസ് പാത്താമുട്ടം പൊന്നപ്പനാണ്. പൊന്നപ്പനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാത്താമുട്ടം പൊന്നപ്പൻ. പൊന്നപ്പ, എന്തോ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? അതെ. ഏത് പാട്ടാ പൊന്നപ്പൻ പാടാൻ പോണേ? ഞാൻ ചമയത്തിലൊരു പാട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. പൊന്നപ്പ എന്താ ഈ പാണ്ടിന്റെ മേളിൽ ഈ അണ്ടർവെയർ ഇട്ടിരിക്കുന്നത്? അല്ല, ഇവിടെ കോസ്റ്റ്യൂമിന് മാർക്ക് കൊടുക്കുന്ന അറിഞ്ഞേ. അപ്പടിയാ? ഇത് അകത്തിട്ടാ കാണത്തില്ല. ரொம்ப ഫെന്റാസ്റ്റിക്. എനിക്ക് പിടിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പാടിക്കോട്ടെ. പാട് പാട്. ഹായ് പൊന്നപ്പ, എന്തോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ വായിരിക്കുന്ന കേൾക്കാം. സാർ. പൊന്നപ്പ, എന്തോ എന്നതാ പൊന്നപ്പ ഈ കാണിച്ചേ? ഞങ്ങളെയൊക്കെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞല്ലോ മോനെ നീ. താങ്ക് യു സാർ. നന്നായിരുന്നു മോനെ, അസലായിരുന്നു കൂട്ടാ. മോൻ പാട്ട് പാടിയപ്പോഴേ ആ സംഗതിയൊക്കെ ശരിക്കും പുറത്തു വന്നു. ആരാ മോനെ ഗുരു? മഹാകവി തങ്കപ്പൻ. അതാരാ? എന്റെ അച്ഛനാ മോനെ. ഞങ്ങൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ട് പോലും ഇല്ലല്ലോ. സാർ കേട്ടിട്ട് പോലും ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. മോൻ പാട്ട് പാടിയതാണോ? അതെ. ഞാൻ വിചാരിച്ചു പട്ടി വെള്ളം കുടിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നിയതല്ല, ഈ ചൂട് ചേമ്പ് വായിലിട്ടിട്ട് നമ്മൾ ചവച്ച് തിന്നാൻ പാടുവിടുന്നവരുണ്ടായിരുന്നു. ഏതായാലും പൊന്നപ്പ, ഞാനൊരു സ്വരസാനം പറഞ്ഞുതരാം, അത് പാടാൻ പറ്റുമോ നോക്ക്. പാപ്പനി പനി പാപ്പനി പനി പാപ്പനി പനി. പാപ്പന് പനിയോ? പൊന്നപ്പ, ഞാനൊരു സ്വരസാനം ചൊല്ലാം, അത് പാടാൻ പറ്റുമോ നോക്കിയേ. മോനെ പാട്ട് പാടിയതല്ല, പിന്നെ ഞാൻ ഏമ്പക്കം വിട്ടതാ. പാട്ട് വരുന്നേ ഉള്ളൂ. കൊള്ളാം മോനെ, കുറച്ചുകൂടെ താഴട്ടെ. കുറച്ചുകൂടെ താഴണം മോനെ, കുറച്ചുകൂടെ താഴട്ടെ. താഴണം മോനെ, താഴട്ടെ. പൊന്നപ്പ, ഞാനൊരു 50 ഇട്ടു. ഞാനൊരു 60 ഇട്ടു. ഞാനൊരു 70 വിട്ടു. നമുക്ക് ഓസിയാറിന് ഒരു 15 എടുക്കാം. മാർക്കാ പറഞ്ഞത്. മാർക്കാണ്? അയ്യോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ പാട്ട് കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. എൻ്റെ വോട്ട് ചെയ്യേണ്ട ചിഹ്നം കുടം, അല്ല വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് വിടവ് പൊന്നപ്പൻ. പൊന്നെ എന്നെ എൻ്റെ അപ്പൻ. പൊന്നപ്പ, എന്തോ പോകുന്നില്ലേ? പരിപാടി തുടരണ്ടേ? പോകുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്കൊരു സാധനം തന്നില്ലേ? എന്തോ സാധനം? ഇങ്ങോട്ട് കയറി വന്നപ്പോ ഒരു സാധനം. ഞാനൊന്നും തന്നില്ല. മറന്നുപോയോ? ഏയ് തന്നില്ലൊന്ന്. എന്താ പൊന്നപ്പ കാണിച്ചേ? ഏതായാലും ഫ്ലാറ്റ് ഒന്നും കിട്ടാൻ പോണില്ല, ഇതെങ്കിലും കിട്ടി അത്രമായി. പ്രോഗ്രാം തുടരുന്നു. പാത്താമുട്ടം പരമ്പര ശേഷം അടുത്ത ഈ വേദിയിൽ എത്തുന്നു ജനിതാനന്ദൻ. ജനിതാനന്ദൻ ഞാൻ ഈ വേദി ചെയ്യുന്നു. വെൽക്കം ജനിതാനന്ദൻ. എന്താ കോഴിയോ? ജനിതാനന്ദ. എന്തോ? സ്വാമിയേ ശരണമയ്യപ്പ. ശരണവും വിളിച്ച് തേങ്ങയും ഉടച്ചല്ലേ? അതെ അതെ. അപ്പൊ തുടങ്ങിയോ? ജനിതാനന്ദ, മോനെ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ട് അസലായിരുന്നു മോനെ. ആണോ? പാലുകൂട്ടി വളർത്തക്കിളി, വളം കൊടുത്ത് പാത്തക്കിളി, ഞാൻ വളർത്തും പച്ചൈക്കിളി, നാളെ വരും കച്ചേരിക്ക് എന്നമ്മ செல்லம்மா
എന്നമ്മാ സെല്ലമ്മാ. സാറേ ഓ പാട്ട് പാടാൻ വന്ന ഞാനാന്നോ അതോ സാറാന്നോ? അല്ല മോനെ നല്ലായിരുന്നു പറയായിരുന്നു. അല്ലെങ്കിൽ ഫ്ലാറ്റ് സാറങ്ങനെ കൊണ്ട് പോവോ? ഒരിക്കലുമില്ല. ആ. മോനൊരു കാര്യം ചെയ്യ്, ഓ. നല്ലൊരു നാടൻ പാട്ട് അങ്ങ് പാട്. എന്നാ കലാമണിക്കേണ്ട ഒരു നാടൻ പാട്ട് പാടട്ടെ. ആയിക്കോട്ടെ. ഓക്കെ സാർ. ഓക്കെടാ കൂട്ടാ. കുച്ചാണ്ടേ പാണം കത്തണുമാ പഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എന്റെ കൊടല് കത്തണുമാ പ്രാണം പെടങ്ങിയിട്ട് ദൈവേ ഓണം പാഴാക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി ടച്ചൻ കൊഞ്ചി പറയാറില്ലേ മുംബൈ കുച്ചാണ്ട് പാണം കത്തണുമാ പഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എന്റെ കൊടല് കത്തണുമാ പാണം പിടങ്ങിയിട്ട് ദൈവേ ഓണം പാഴാക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായി ടച്ചൻ കൊഞ്ചി പറയാറില്ലേ. സാറേ സാറേ കൊള്ളാം കൊള്ളാം കൊള്ളാം. പുറത്തോട്ടിറങ്ങിയാൽ ശരിക്കും കൊള്ളും മോനെ. നാട്ടുകാരും ഇവിടെ ഈ പരിപാടി കണ്ടോണ്ടിരിക്കുകയല്ലേ. സന്നിധാനന്ദ, நீங்க ரொம்ப ஜீனியஸ். நீங்க என்ன ഒരുപാട് കരയിച്ചിருக்கு. ആണോ? நீங்க பெரிய பெரிய മനുഷ്യൻ தான். താങ്ക് യു താങ്ക് യു. മോനെ സംഗതി ഒന്നും വന്നില്ല കൂട്ടാ. സാറ് കുറെ കാലം കൊണ്ട് പറയുന്നില്ല സംഗതി സംഗതി എന്ന്. എന്തുവാ സാറേ സംഗതി? മോനെ സംഗതി സംഗതി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സംഗീതം. സംഗീതം. ശുദ്ധമായ സംഗീതം എന്ന് പറഞ്ഞാൽ മോനെ അത് ഉള്ളിന്ന് പറഞ്ഞ കൂട്ടാ. ഉള്ളിന്ന് വന്നാ മതിയോ? സവാളയെന്ന് വരാം. ഇതെന്തുവാ? ഉരുളക്കിഴങ്ങിന്ന് വന്നതാ. ഗ്യാസ്. മോനെ ആ. മോൻ പാട്ട് പാടിയപ്പോഴേ ആ. ഷഡ്ജമിട്ടായിരുന്നോ? അയ്യേ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നേ? ഇങ്ങനത്തെ ഒരു വേദിയിൽ നിന്നാണോ ഇതൊക്കെ ചോദിക്കുന്നേ? ഇട്ടായിരുന്നു. മോനൊന്ന് ഓർത്ത് നോക്കിയ മോനെ, ഋഷഭം കഴിഞ്ഞപ്പോ ഷഡ്ജമിട്ടോന്ന്. അയ്യോ ഇട്ടായിരുന്നു സാറേ. മോനെ ഇത് റിവൈൻഡ് ചെയ്യുമ്പോ ആൾക്കാർ മുഴുവൻ കാണുന്ന കൂട്ടാ. മോനെ ഓർത്ത് നോക്കിയ ഷഡ്ജമിട്ടോന്ന്. ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് മുണ്ടെടുത്ത് ഷഡ്ജം ഇട്ടല്ലോ. മോനെ ആ. പാട്ട് പാടുമ്പോ എപ്പോഴും ഷഡ്ജമിട്ടേ പാടാവുള്ളൂ. ഓ. ഇല്ല സംഗതി മൊത്തം അങ്ങ് ഫ്ലാറ്റായി പോവും മോനെ. അത് തന്നെയല്ല മോനെ, ഭയങ്കര പ്രശ്നമായിരുന്നു കൂട്ടാ. ആ. എവിടെയാ പ്രശ്നമായെന്ന് മോന് മനസ്സിലായോ? മനസ്സിലായി. എവിടെയാ പ്രശ്നമായത്? കണ്ണൂരും കാസർഗോഡും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഉച്ചയ്ക്ക് വാർത്ത കണ്ടതാ സാറേ. ജന്നി അതല്ല, പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. ആ ശ്രുതി നന്നായില്ല. നന്നാവത്തില്ല. പന്ന സ്വഭാവം. എന്റെ മാമന്റെ മോളല്ലേ. ജന്നി, ആ മോനെ പാട്ടിന്റെ സെക്കൻഡ് സ്റ്റാൻസ അതിന്റെ ചരണം ഒന്ന് പാടി. ചരണം ഒന്ന് പാടിക്കേ. ചരണം ഒന്ന്. ചരണം പാടിക്കേ. ഞാനൊരു പൂക്കളിട്ടു കാലത്തെന്റെ അമ്മയും പൂക്കളിട്ടു. ഞാനൊരു പൂക്കളിട്ടു കാലത്തെ അമ്മേ പൂക്കളിട്ടു. നീരി നീരി നീ ഇരി. ആ ഇരി. മോനെ അനുഗ്രഹിക്കാൻ വന്നാണ് മോനെ. ഹൈ പിച്ച് പാടണം കൂട്ടാ. എന്നാ പിന്നെ വേറൊരു പാട്ട് പാടാം സാറേ. വേറൊരു പാട്ട് പാട്. നല്ലൊരു പാട്ട് പാടട്ടെ. ആയിക്കോട്ടെ. എന്നാ മണിക്കേണ്ട നല്ല വേറൊരു സിനിമയിലെ ഒരു പാട്ട് പാടാം. അതായത് ജന്നി, ആ. ഞങ്ങൾ ഉദ്ദേശിച്ച സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ. ആ മേളി പാടുന്ന സംഗതികൾ പാടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. മണിച്ചാറിന്റെ വേറൊരു പാട്ട് മോനങ്ങ് പാട്. പാടിക്കോ. ഓക്കെ പാടിക്കോ പാടിക്കോ. ഓക്കെ സാറേ. ഓക്കെ. മലമലലൂയ തക തക മലമലലൂയ മലമലലൂയ തക തക മലമലലൂയ പള്ളത്തി വന്നെന്നെ കണ്ണീറുക്കുന്നേ മലമലലൂയ പള്ളത്തി വന്നെന്നെ പള്ളു പറഞ്ഞേ മലമലലൂയ ഹായ് മലമലലൂയ തക തക മലമലലൂയ മലമലലൂയ തക തക മലമലലൂയ മലമലലൂയ തക തക മലമലലൂയ മലമലലൂയ തക തക മലമലലൂയ. മോനെ ഓ നന്നായിരുന്നു കൂട്ടാ. നന്നായിരുന്നു. അസലായിരുന്നു. ഓ, അത് ശരി. ദീദിക്കൊക്കെ ശരിക്കും തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ആണോ? പിന്നെ ദീദിയുടെ 10 വള തന്നെ മുടിഞ്ഞു പോയിട്ടുണ്ട്. ആശുപത്രിയിലും കൊണ്ടുപോണ്ടി വരുമോ? മോനെ ഓ. ഞാൻ 25 മാർക്കായിരുന്നു. 25. ഞാനൊരു 30 മാർക്ക് ആയിരുന്നു. മോനെ, ഞാൻ നിനക്കൊരു 30 മാർക്ക് കിട്ടും മോനെ. പ്രിയമുള്ളവരെ, ജഡ്ജസ് എനിക്ക് മാർക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് ജന്നി JANNI. ഓക്കെ. അടുത്തതായി പെർഫോമൻസ് റൗണ്ട് ആണ്. പെർഫോമൻസ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തിയിരിക്കുന്നത് മിസ് തങ്കം.
മോനെ തങ്കം, ശരിക്കും തനി തങ്കം പോലെ തന്നെ ഉണ്ട് കേട്ടോ. സലാലയിലും ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. സലാലയിലും തുറന്നോ? ആ, പണിക്കൂലി തീരെ കുറവാ. മോളെ, നിന്റെ ഈ കൂന്തല്, ഈ ഹെയർ ഏത് ബ്യൂട്ടി പാർലറിൽ ഇതുപോലെ കളർ പണിയച്ചത്? മോളെ മുടിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട് മോളെ. ആ ഹെയർ സ്റ്റൈല് ഏത് ബ്യൂട്ടി പാർലറാണ് മോളെ ഇത് ചെയ്തത്? ബ്യൂട്ടി പാർലറിൽ പോയതല്ല, പിന്നെ ഇഷ്ടിയ പണി കഴിഞ്ഞിട്ട് കുളിക്കാൻ നേരം കിട്ടില്ല, ഓടിപ്പോന്ന് പെർഫോമൻസ് റൗണ്ടല്ലേ. മോളെ തങ്കം, അപ്പൻ എന്ത് ചെയ്യുന്നു? അപ്പൻ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. ഹൗസ് വൈഫോ? ഹൗസ് വൈഫ് അല്ല, ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്. മോളെ ഒരു കാര്യം ചെയ്യ്, മോളെ പെർഫോമൻസ് റൗണ്ടിന് വന്നതല്ലേ, മോളൊരു അടിപൊളി പെർഫോമൻസ് അങ്ങ് അറമാതി. മോളെ, ഇത് ரொம்ப കോസ്റ്റ്ലിയാ കോസ്റ്റ്യൂം. ഇന്ന് അടിച്ചു പൊളിച്ചാണല്ലോ ഇന്ന് മോള് പ്രോഗ്രാമിന് വന്നത്. ഇന്ന് പെർഫോമൻസ് റൗണ്ടല്ലേ, ഒന്ന് ആർമാദിക്കാൻ കരുതി. അപ്പടിയാ? ആ, എന്നാ തങ്ക ഒരു കാര്യം ചെയ്യ്, തങ്ക അങ്ങ് അഴിഞ്ഞാട് മോളെ. മോളെ നന്നായിരുന്നു മോളെ. താങ്ക്സ്. എന്തോരോ സംഗതിയാ മോക്ക് ദൈവം വാരിക്കോരി തന്നിരിക്കുന്നേ. മോളെ ആദ്യം കണ്ടപ്പോളേ ഇത്ര സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ മോള് പാട്ട് പാടി തുടങ്ങിയപ്പോൾ എന്തോരോ സംഗതിയാ മോക്ക്. അസലായിരുന്നു മോളെ, നന്നായിരുന്നു. തങ്കം, പെർഫോമൻസ് വളരെ അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് സംഗതി പോയി. ആ. മോക്ക് പിടികിട്ടി എവിടാ സംഗതി പോയെന്ന്? പിടികിട്ടി. എവിടാ? ഇതിങ്ങനെ ഇരുന്നപ്പോ. മോളെ ആരാ മോളെ മോളെ കൊറിയോഗ്രാഫർ? ആരാ മോളെ കൊറിയോഗ്രാഫർ? ഡാൻസ് മാസ്റ്റർ. ആ, ഓമനക്കുട്ടൻ സാറ്. ഓമനക്കുട്ടൻ സാറ്. മോളെ ഓമനക്കുട്ട സാറിനെ വിളി, ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തതാ എന്റെ തങ്കം. സാറേ, വിളിക്കണേ. ആ, വരും വരും. ഒറ്റടിയൊന്നുണ്ടല്ലേ, ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞ ബ്ലൗസിന്റെ ഹുക്ക് മര്യാദ. മാഷേ, എന്താ മാഷിന്റെ പേരെന്താന്നാ പറഞ്ഞത്? എൻ്റെ പേര് ഓമനക്കുട്ടൻ. കൂടുതൽ സ്നേഹമുള്ളവർ ഓമന ഓമന എന്ന് വിളിക്കും. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞത് എൻ്റെ നടപ്പിരിപ്പൊക്കെ മമ്മൂട്ടിയുടെ പോലെയാണെന്നാണ്, കിടപ്പ് വരെ. അങ്ങനെയാണെങ്കിൽ മാഷ് മമ്മൂട്ടിയെ പോലെ ഒന്ന് നടന്നേ. അയ്യോ, നടക്കണ്ട നടക്കണ്ട, കാലുമ ആണിയുണ്ട്. ഓമനക്കുട്ടാ, ആ. ഓമനക്കുട്ടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ BEd വരെ. 8B പിന്നെ പോയില്ല. 8B ഡിവിഷൻ അല്ലേ? ആ. പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് MA എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അമ്മ സമ്മതിക്കൂല, അറിയാൻ പാടില്ലേ. ആണല്ലേ? അല്ല, ഈ നൃത്തമൊക്കെ എത്ര നാൾ അഭ്യസിച്ചിട്ടുണ്ട് ഓമനക്കുട്ടൻ? നൃത്തം ഞാൻ 12 വർഷം ഈ ശരിക്കും നൃത്തത്തിലോട് 12 വർഷം ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എനിക്ക് ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അത് പറഞ്ഞില്ലെങ്കിലും പ്രാന്താ. അല്ലെ, നാടോടി നൃത്തമൊക്കെ കളിക്കാറുണ്ടോ ഓമനക്കുട്ടൻ? ഏത് നാടോടി നൃത്തമൊക്കെ കളിക്കാറുണ്ടോ? നാടോടി നൃത്തം ഞാൻ ഈ കുട്ടിയെ പഠിപ്പിച്ച എത്ര വർഷമാണെന്നറിയാമോ? 7 വർഷം എടുത്ത്. പഠിപ്പിക്കാൻ 2 മണിക്കൂർ എടുത്തുള്ളൂ, പക്ഷെ ഇവളൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി ഞാൻ 7 വർഷം എടുത്ത്. അല്ല, ഓമനക്കുട്ടൻ ഇപ്പൊ നാടോടി നൃത്തമൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യാറുണ്ടോ ഓമനക്കുട്ടൻ? പെരുവാരത്തമ്പലത്തിലാണെന്ന് തോന്നണം. ഞാൻ 3 വർഷം മുമ്പ് ഒരു ഡാൻസ് കളിച്ച്. അപ്പൊ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ എൻ്റെ അരമണ്ഡലം പെട്ടെന്നൊന്ന് ഉളുക്കി. ഇവിടെ കമ്മിറ്റിക്കാർ ചവിട്ടിയതാണ് അല്ലേ? ചവിട്ടിയിട്ടുണ്ടാ ഉളുക്കി എന്ന് പറയണത്. ആ, ഉളുക്കി ചവിട്ടിയതാണ്. അങ്ങനെ ഞാൻ അന്നൊരു ക്രിക്കറ്റിനെ കുറിച്ച് ഞാൻ ഒരു നാടോടി നൃത്തം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ 2 സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ പ്രേക്ഷകർക്ക് സ്റ്റാർ സിംഗറിന് വേണ്ടിയിട്ട് ഓമനക്കുട്ടനും
തങ്കം കൂടെ കൂടി ഒരു അടിപൊളി പെർഫോമൻസ് അങ്ങ് നടത്തുക. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എൻ്റെ ആശാനായ എൻ്റെ അച്ഛനോടാണ്. ആരാടാ? അച്ഛനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. അച്ഛനോടോ? ആ. അച്ഛൻ ആരാ? അച്ഛന്റെ പേരെന്നാ? അച്ഛനാണോ ഗുരു? അച്ഛൻ്റെ പേര്, അച്ഛനാണ് ഗുരു. അച്ഛൻ്റെ പേര് അമ്മേ വേണ്ട, അവിടെ ഒരു വരയിട്ടാ മതി. ആ തള്ളടക്കം മാറ്റി പറയും. ഓക്കെ, പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ. ഞാൻ ഒരു ക്രിക്കറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ൊടിയുന്ന ക്രിസിന്റെ നടുവിലാ വിക്കറ്റ് പോയവൻ തളർന്നു വീണു. ഞെട്ടിത്തെറിച്ചു പോയി ഗാലറിയിലുള്ളവർ. സച്ചിന്റെ സമ്പുകൾ തെറിച്ച കണ്ട് കരളു പിടയണു സ്റ്റാർ ബാറ്റ്സ്മാനേ. ബാറ്റുമായി തിരികെ പോന്നോളൂ. ബാറ്റുമായി കോർട്ടിലെത്തിയോര് പോയ പോലെ തിരികെ പോരും. ദേവതേ ദേവതേ ഇരുമുടിയാട്ടമാടി പാട്ടുപാടാം. ഇരുമുടിയാട്ടമാടി പാട്ടുപാടാം. ഇരുമുടിയാട്ടമാടി പാട്ടുപാടാം. ഇരുമുടിയാട്ടമാടി പാട്ടുപാടാം. എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? എന്റെ ദൈവം ഫ്ലാറ്റിന് വേണ്ടി വന്നാണ്. ഇപ്പൊ എന്റെ ആശാൻ ഫ്ലാറ്റ് ആയാലേ എടുത്തോണ്ട് പോടാ.